നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡിന്റെ ഫ്രഞ്ച് സൂപ്പർ താരം കിലിയൻ എംബാപ്പെ പരിക്കും സസ്പെൻഷനും മൂലം കഴിഞ്ഞ മത്സരം കളിച്ചിരുന്നില്ല. നാളെ റയൽ മാഡ്രിഡ് വീണ്ടും ലാ ലീഗയിൽ കളിക്കാൻ ഇറങ്ങുകയാണ്. എതിരാളികൾ ഗെറ്റാഫയാണ്. നാളെ എന്ന് പറയുമ്പോൾ സാങ്കേതികമായി നമുക്ക് വ്യാഴാഴ്ച പുലർച്ചെ 1 മണിക്കാണ് ആ മത്സരം. ആ മത്സരത്തിലുള്ള റയൽ മാഡ്രിഡിന്റെ സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ കിലിയൻ എംബാപ്പയ്ക്ക് ഇടമില്ല. അദ്ദേഹം പരിക്കിൽ നിന്ന് മുക്തനായി വരികയാണ്. പക്ഷേ കുറച്ച് മിനിറ്റുകളിൽ ഈ മത്സരത്തിൽ അദ്ദേഹത്തെ കളിപ്പിച്ചേക്കുമെന്നൊക്കെയുള്ള വാർത്തകൾ ഇന്നലെ വന്നിരുന്നെങ്കിലും ഇപ്പൊ പ്രഖ്യാപിച്ച സ്ക്വാഡിൽ എംബാപ്പയ്ക്ക് ഇടമില്ല. അപ്പോഴുള്ള ചോദ്യം, അടുത്ത മത്സരം കോപ്പ ഡെൽ റേയുടെ ഫൈനലാണ്. 26-ാം തീയതി ഇന്ത്യൻ സമയം പറയുമ്പോൾ 27-ാം തീയതി പുലർച്ചെ 1:30 ബാഴ്സലോണ വേഴ്സസ് റയൽ മാഡ്രിഡ് കോപ്പ ഡെൽ റേ ഫൈനൽ മത്സരം. ആ കളിക്ക് എംബാപ്പെ അവൈലബിൾ ആകുമോ എന്ന ചോദ്യം കൂടി അവിടെ ഉയരുകയാണ്. എന്തായാലും കാർലോ ആഞ്ചലോട്ടി ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അതിനെക്കുറിച്ച് മറുപടി പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു, എംബാപ്പയും മെൻഡിയും ഈ മത്സരം കളിക്കാനില്ല, അവർ അവൈലബിൾ അല്ല. പക്ഷേ ഐ തിങ്ക് എംബാപ്പെ ആൻഡ് മെൻഡി വിൽ ബി റെഡി ഫോർ ദി ഫൈനൽ അഗെയിൻസ്റ്റ് ബാഴ്സ. ബാഴ്സയ്ക്കെതിരെയുള്ള കോപ്പ ഡെൽ റേ ഫൈനലിന് അവർ രണ്ടുപേരും റെഡിയാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് കോച്ച് കാർലോ ആഞ്ചലോട്ടി പറയുന്നു. അതോടൊപ്പം എംബാപ്പയെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുകയാണ്. എംബാപ്പെ വളരെ ദുഃഖിതനാണ്. അദ്ദേഹത്തിന് ഇഞ്ചുറി പറ്റിയതിൽ, ടീമിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തതിൽ അദ്ദേഹം വളരെ ദുഃഖിതനാണ്. ഫൈനലിന് അവൈലബിൾ ആകാൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും അവൻ നടത്തുകയാണ്. ഹി ഈസ് ഡൂയിങ് എവറിത്തിങ് ടു ബി അവൈലബിൾ ഫോർ ദി ഫൈനൽ എന്നാണ് ഇപ്പോൾ കോച്ച് പറഞ്ഞത്. എന്തായാലും എംബാപ്പെ കോപ്പ ഡെൽ റേ ഫൈനൽ കളിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും ഈ മത്സരത്തിന് വേണ്ടിയിട്ടുള്ള റയലിന്റെ സ്ക്വാഡ്, ഗെറ്റാഫയ്ക്കെതിരെയുള്ള കളിക്ക് വേണ്ടിയിട്ടുള്ള സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ട് ആ ടീമിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. ഗോൾ കീപ്പർമാരായിട്ട് കോർട്ടുവാ, ലൂനിൻ, ഫ്രാൻ ഗോൺസാലസ് എന്നിവരാണുള്ളത്. ഡിഫൻഡർമാരായിട്ട് അലാബ, ലൂക്കാസ് വാസ്കസ്, വല്ലേജോ, ഫ്രാൻ ഗാർഷ്യ, റൂഡിഗർ, അസെൻസിയോ എന്നിവരുണ്ട്. മധുരയിലേക്ക് ബെല്ലിംഗാം, കമവിംഗ, വാൽവെർദെ, മോഡ്രിച്ച്, ഷൂമനി, ആർഡ ഗുളർ, ഡാനി സെബയോസ് എന്നിവരുണ്ട്. മുന്നേറ്റ നിരയിൽ വിനി ജൂനിയറും റോഡ്രിഗോയും എൻട്രിക്കും ബ്രാഹിമും ഗോൺസാലോയുമാണുള്ളത്. എന്തായാലും വിജയിച്ചുകൊണ്ട് റയൽ മാഡ്രിഡ് മുന്നോട്ട് പോകുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് വീഡിയോ എത്താം.